ഉധംപൂരിൽ സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്, ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, അവിടെ ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു സൈനികനെ നഷ്ടമായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ തുടങ്ങിയ സുരക്ഷാ സേനകളുടെ ഏറ്റുമുട്ടലാണ് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരു സൈനികന് കൂടി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് എത്ര തീവ്രവാദികളെ ന്യൂട്രലൈസ് ചെയ്തു എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കാശ്മീരിലെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പിന്നിൽ ഇവിടെ മാത്രമല്ല, കാരണം ബാരമുള്ളയിലും ഉമ്രിയിലും മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ പാക് അതിർത്തിയിൽ നിന്ന് തുളഞ്ഞുകയറ്റക്കാരെ പാക് സൈന്യം ഇന്ത്യയിലേക്ക് കടത്തുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഈ ഏറ്റുമുട്ടൽ. ഏതായാലും ഒരു സൈനികന് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പൽവാർ വെച്ച് നമുക്ക് നൽകാനുള്ളത്. ഇവിടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയും. സൈനികരും അതേപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങളും കാശ്മീരിലെ എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രതാ രൂപരാണ്. തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതുതന്നെയാണ് നമുക്കിപ്പോൾ കാണാനും കഴിയുന്നത്. ഇതിനിടയിലാണ് വീണ്ടും സംഘർഷം. സുരക്ഷാ സേനയും ഭീകരന്മാരും ഏറ്റുമുട്ടുകയും ഒരു സുരക്ഷാ സൈനികന് വീരമൃത്യു വരിക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നിൽ ശരത്ത് തുടരുക. അപ്പോൾ വൈറ്റ് നൈറ്റ് കോർപ്സ് ആർമിയുടെ അതായത് 16 ബറ്റാലിയൻ്റെ ഭാഗമായിട്ടുള്ള വൈറ്റ് നൈറ്റ് കോർപ്സ് ആണ് ഇപ്പോൾ ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഉധംപൂർ, ബസന്ത്ഗാർഗ് എന്നീ സ്ഥലങ്ങളിൽ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ ഒരു ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. വൈറ്റ് നൈറ്റ് കോർപ്സ് ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു സൈനികൻ ഇതിനിടയിൽ പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ സൈനികന് കാര്യമായ രീതിയിലുള്ള മെഡിക്കൽ സപ്പോർട്ട്, ആരോഗ്യ സഹായങ്ങളെല്ലാം തന്നെ നൽകിയെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വൈറ്റ് നൈറ്റ് കോർപ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുകൂടി വൈറ്റ് നൈറ്റ് കോർപ്സ് അവരുടെ ഔദ്യോഗിക വിവര സംവിധാനങ്ങൾ വഴി ഔദ്യോഗികമായി പുറത്തു നൽകുന്ന വിവരങ്ങളിൽ പറയുന്നു. ശരത്ലാൽ, ഈ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകര സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ശ്രീനഗറിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ അവിടെ സൈനിക ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീനഗറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ശരത്ലാൽ പറയാം. ബിനിൽ, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പൽഗാവിലെ, അതായത് കൂട്ടക്കുരുതി നടത്തിയ ഭീകരർക്ക് വേണ്ടി മലനിരകളിൽ റോന്തു ചുറ്റുന്ന ആർമി ഹെലികോപ്റ്റർ റോന്തു ചുറ്റുന്നതാണ്. കരയിൽ നിന്ന് കാടുകളിൽ കൂടി ആർമി സംഘം തെരച്ചിൽ നടത്തുകയും മുകളിൽ അതിന് സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഹെലികോപ്റ്റർ റോന്തു ചുറ്റുന്നത്. ഏതായാലും 20 മിനിറ്റ് കൂടുമ്പോൾ തന്നെ 3 ഹെലികോപ്റ്ററുകളാണ് ഈ മലനിരകൾ മുഴുവൻ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ അക്രമത്തിൽ നടത്തിയ തീവ്രവാദികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് ആർമി ഇതോടൊപ്പം പൽഗാവിൽ വെച്ച് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും പൽഗാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പിന്നിൽ നമ്മളിപ്പോൾ കാണുന്നത്. അതിനിടക്കാണ് മറ്റൊരു സ്ഥലത്തും, അത് മറ്റൊരു സ്ഥലത്തും ഇത് നുഴഞ്ഞുകാറ്റുകാരുമായിട്ട് സംഘർഷം ഉണ്ടായിരിക്കുന്നു. സുരക്ഷാ സേന കാശ്മീരെ സംബന്ധിച്ചോളം CRPF ആയിരുന്നു നേരത്തെ സുരക്ഷ നൽകിയിരുന്നത്. അർദ്ധ സൈനിക വിഭാഗമായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ സൈന്യം നേരിട്ട് തന്നെ കാശ്മീരിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ റോന്തു ചുറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ആർമി ഹെലികോപ്റ്ററുകളെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോട്ട് തന്നെ തീവ്രവാദികളെ സംബന്ധിച്ച്, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിക്കുമെന്നാണ് ആർമി സൈനിക ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ബിനിൽ, ശരത്ലാൽ കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരത്ലാൽ ഇപ്പോൾ പഹൽഗാമിലാണ് ഉള്ളത്.
ഈ ആക്രമണം നടന്നിട്ടുള്ള നിഷ്ഠൂരമായ കൂട്ടക്കുരുതി നടന്നിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ന്യൂസ് മലയാളം വാർത്താ സംഘം നിലയുറപ്പിച്ചിട്ടുള്ളത്. അല്പസമയത്തിനോടകം തന്നെ ആ പ്രദേശത്തേക്ക്, ആ ഗ്രൗണ്ടിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരാനാകും എന്നാണ് കരുതുന്നത്. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഇതിനോടകം അവിടെ കയറി ചെല്ലാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അത് വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അനുമതി ലഭിക്കുക. ആ ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും മടങ്ങി വരേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്തയനുസരിച്ച് ഒരു സൈനികന് വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. വൈറ്റ് നൈറ്റ് കോർപ്സിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്രിൽ ഖാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഉദ്ധംപൂർ ഒപ്പം തന്നെ ബസന്ത് ഖാർഗ് എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ ആരംഭിച്ചത്. അത് പ്രത്യേക ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭീകരരെ ഒളിഞ്ഞിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയായിരുന്നു. അതിനിടയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റു. വൈദ്യുതീയ സഹായം നൽകിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. നമുക്ക് ഒരു ധീര സൈനികനെ അവിടെ ആർമിയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ പറന്ന് നിരീക്ഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം ന്യൂസ് മലയാളത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരത്ലാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശരത്ലാൽ, ഇപ്പോൾ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഉദ്ധംപൂരിൽ സൈനികന് വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഉദ്ധംപൂരിൽ സൈനികരും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഓപ്പറേഷൻ ബ്രിൽ ഖാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷന് ഇടയിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. പഹൽഗാമിൽ ഏതാനും ദൂരത്ത് മാറിയിട്ടുള്ള ഒരിടത്താണ് ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പഹൽഗാമിൽ ന്യൂസ് മലയാളത്തിൻ്റെ ക്യാമറ കണ്ണുകൾ തത്സമയം നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സൈനിക ഹെലികോപ്റ്റർ ഉൾപ്പെടെ റോന്ത് ചുറ്റുകയാണ്. ശരത്ലാലിന്റെ നേതൃത്വത്തിലുള്ള ന്യൂസ് മലയാളത്തിന്റെ വാർത്താ സംഘം തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും കാശ്മീരിൽ നിന്ന് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കും.